വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഏകദേശം 600ഓളം വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 600+ വേക്കൻസീസ്. അപ്പോ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഇന്ത്യൻ നേവിയിലേക്ക് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ഇൻസെറ്റ് 1 2023 എന്നുള്ള രീതിയിലാണ് അവർ അഡ്വർടൈസ്മെന്റ് നമ്പർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2023 ഇവർ ആദ്യമായിട്ട് പുറപ്പെടുവിക്കുന്ന അഡ്വർടൈസ്മെന്റ് ആയതുകൊണ്ടാണ് ഇൻസെന്റ് 1 2023 എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക ട്രേഡ്സ്മാൻ മേറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കായിരിക്കും ഉണ്ടാവുക. അതല്ലാതെ എന്ത് ചെയ്യാം, ചാർജ്മാൻ ഉണ്ട്, സീനിയർ ഡ്രോട്ട്സ്മാൻ ഉണ്ട്, അത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ കാറ്റോഗ്രാഫിക് ആർമമെന്റ്, അതേപോലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഉണ്ട്, അതേപോലെ ട്രേഡ്സ്മാൻ മേറ്റും. അപ്പൊ അതിന് നമ്മള് വിത്തൗട്ട് എക്സ്പീരിയൻസ് ഉള്ള ട്രേഡ്സ്മാൻ ആണ്. അപ്പൊ ട്രേഡ്സ്മാന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ അതിൽ എത്ര വേക്കൻസി ആണ്? ചാർജ്മാൻ, അതുപോലെ ചാർജ്മാൻ ഫാക്ടറി, അതുപോലെ സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ 58 വേക്കൻസീസ്, ടോട്ടൽ 142 വേക്കൻസീസ് ഉണ്ട്. മെക്കാനിക്കൽ 26, സീനിയർ കൺസ്ട്രക്ഷനിൽ 29, കാറ്റഗോറിക്കല് 11. ഓക്കെ. ഇപ്പൊ നമ്മുടെ ട്രേഡ്സ്മാൻ മെയിൻ്റെനൻസിൽ പറയുന്നത് അതെന്താ, ഒരു ജനറൽ സെൻട്രൽ സർവീസ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. 7th CPC ലെവൽ 1 കാറ്റഗറിയിൽ പെടുന്ന 18,000 തൊട്ട് 56,900 വരെയാണ് പേ സ്കെയിൽ വന്നിരിക്കുന്നത് കേട്ടോ. 18,000 തൊട്ട് 56,900. അപ്പൊ ഇതില് വന്നിരിക്കുന്ന വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാല് നോക്ക്, ടോട്ടൽ 610 വേക്കൻസീസ് ആണ് ഉള്ളത്. അതിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡ് അണ്ടറിൽ 9 വേക്കൻസിയും, വെസ്റ്റേൺ നേവൽ കമാൻഡ് അണ്ടറിൽ 565 വേക്കൻസിയും, സതേൺ നേവൽ കമാൻഡേഴ്സിൽ 36 വേക്കൻസീസ് ആണുള്ളത്. അതാണ് ടോട്ടൽ 610 വേക്കൻസീസ് ഉണ്ടെന്ന് ഇതിൽ പറഞ്ഞേക്കുന്നത്. അൺറിസർവ്ഡ് കേസിലാണെങ്കിൽ 235 14, SC&Sൽ 5 96, ST 60 3, OBC 117 10, EWS 57 4. അങ്ങനെ ടോട്ടൽ 565 36 എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ഇതില് എന്താണ് സിലബസ്, എന്താണ് ഏജ് ലിമിറ്റിലേക്ക് പോകാം. ട്രേഡ്സ്മാൻ മെയിൻ്റെനൻസിലേക്ക് 18 തൊട്ട് 25 വയസ്സ് വരെയാണ് അവരുടെ ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മളെ സീനിയർ ഡ്രോട്ട്സ്മാന്റെ കേസിലാണെങ്കിൽ മാട്രിക്കുലേഷൻ പാസ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബോർഡ്. അതുപോലെ 2 year ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഫ്രം എ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ITI ഓർ ഈക്വൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ 3 years എക്സ്പീരിയൻസ് ഫ്രം എ ഡ്രോയിങ് ഓർ ഡിസൈൻ ഓഫീസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതേപോലെ ആയിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെന്താ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. മെക്കാനിക്കലിന്റെ കേസിൽ എന്താ ഇതേപോലെ എന്താ പറഞ്ഞേക്കുന്നത്, എക്സ്പീരിയൻസ് വേണം, 3 year എക്സ്പീരിയൻസ് വേണം. കൺസ്ട്രക്ഷൻ കേസിൽ അതേപോലെ എന്താ 3 years എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ട്രേഡ്സ്മാൻ മേറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത. ട്രേഡ്സ്മാൻ കേസിൽ പറഞ്ഞാൽ ടെൻത്ത് പാസ് ആവണം. അതേപോലെ എന്താ സർട്ടിഫിക്കറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ITI ഇൻ ദ റെലവന്റ് ട്രേഡ് എന്തൊക്കെയാണ് ഇതിന്റെ നമുക്ക് പറയാം. അതിൽ എല്ലാ ട്രേഡും ഇതിൽ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ഓർ ജോബ് പ്രൊഫൈൽ ആണ് അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീനിയർ ഡ്രോട്ട്സ്മാന്റെ കേസിലാണെങ്കിലും ഓക്കെ, ചാർജ്മാൻ ഫാക്ടറി ആണെങ്കിലും, ചാർജ്മാൻ ഓട്ടോ സോറി ചാർജ്മാൻ വർക്ക്ഷോപ്പിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കി, ഇതിന്റെ ഞാൻ PDF ഞാൻ എന്താ താഴെ അറ്റാച്ച് ചെയ്യാം. അതേപോലെ ട്രേഡ്സ്മാൻ മെയിൻ്റെനൻസിനും വർഷം ഡ്യൂട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്നത് SC/ST ഡേയ്സിൽ 5 വർഷം 5 ഇയറും, OBC ഡേയ്സിൽ 3ഉമാണ്. PWBD കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 10 വർഷമാണ് ഇവർ കൊടുത്തിട്ടുണ്ടാവുക. എക്സ് സർവീസ്മാൻ ഡേയ്സിൽ 3 വർഷം എന്നുള്ള രീതിയിൽ. ഇതിലെ ക്ലോസിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ഡെഡ് ലൈൻ പറഞ്ഞേക്കുന്നത് നമ്മളെ ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഇതിലായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ എക്സാമിനേഷൻ ഫീ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് SC/ST PWD എക്സ് സർവീസ്മെൻ ആൻഡ് വുമൺ candidates who are exempted from the payment of fee are required to pay a fee of 295 only, excluding the applicable tax and charges through online mode. Okay. അതായത് SC/ST PWD എക്സ് സർവീസ്മെൻ വുമൺ കാൻഡിഡേറ്റ്സ് എന്താ ഫീ അടക്കണ്ട. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് എന്താ 295 രൂപ പേയ്മെന്റ് ആയിട്ട് അയക്കണം. ഓക്കെ. അതേപോലെ അഡ്മിറ്റ് കാർഡ് വിൽ ബി ഇഷ്യൂഡ് ഫോർ ദ എക്സാമിനേഷൻ ഓൺലി ടു ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സക്സസ്ഫുള്ളി പെയ്ഡ് ദ എക്സാമിനേഷൻ ഫീ. ഓക്കെ.
അല്ലെങ്കിൽ ഈ PWD സർവീസ്മാൻ, SST, വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫീ അടക്കണ്ട നല്ല രീതിയിൽ ഇതൊക്കെ. അപ്പൊ അവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അഡ്മിറ്റ് കാർഡ് റിലീസ് ആക്കുന്നുണ്ടാവുള്ളൂ. എക്സാമിനേഷൻ സിറ്റീസിന്റെ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അപ്ലിക്കേഷൻ ഫോമിൽ എന്ത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ചോയ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിലിപ്പം നമുക്ക് മോഡ് ഓഫ് സെലക്ഷൻ ഡേയ്സ് പറയുന്നത് ഫസ്റ്റ് എന്താ, സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ് ആണ്. ഓക്കെ. The name will not carry out a detailed scrutiny of all applications received online to allow the candidates to appear for computer-based examination. Merely fulfilling the basic criteria does not automatically entitle a person or applicant to be called for the online test. അതിന്റെ എന്താ, സ്കീം ഓഫ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ രണ്ട് ഇതിലാണ്: ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. ടോട്ടല് 100 മാർക്സ് ആയിരിക്കും, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 90 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ഗ്രൂപ്പ് ബിന്റെ കേസിലും ഗ്രൂപ്പ് സിന്റെ കേസിലും എന്താ, ഡിഫറെന്റ് സിലബസ് ആണുള്ളത്. സിലബസ് ഫോർ എക്സാമിനേഷൻ ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റിന്റെ കേസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ജി എ, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഗ്രൂപ്പ് സിന്റെ കേസിൽ എന്താ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ടല്ലോ സിലബസ്: ജി എ, QA, ഇംഗ്ലീഷ്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. അതൊരു പാനല് തയ്യാറാക്കുന്നുണ്ടാവുക, സബ്ജക്ട് ടു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പൊ ആ ഒരു സമയത്ത് ടൈം വന്നു കഴിഞ്ഞാൽ അവരെന്താ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യമൊക്കെ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്താ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താ അവിടെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്താ, നിങ്ങളെ മെയിൽ അല്ലെങ്കിൽ മൊബൈൽ വഴി എന്താ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പ്രൊഫഷണലി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദിയർ റിലേറ്റീവ് ഓഫ് മെറിറ്റ് വെർഷൻ ഇൻ ഓൺലൈൻ എക്സാമിനേഷൻ സബ്ജക്ട് ടു വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് നിങ്ങൾ ഓൺലൈൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്താ, നിങ്ങളെ പാനലില് ആക്കുന്നുണ്ടാവും. അല്ലാതെ വേറെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 18 ഡിസംബർ 2023 ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31. അതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ രാത്രി 12 മണി വരെയാണ്. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതില് കുറെ കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ എന്താ നിങ്ങൾ നോക്കുക. ഈ ഒരു PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആഡ് ആക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുന്നേ ജസ്റ്റ് ഏതൊക്കെ ട്രേഡ്സ് ആണ്, ഏതൊക്കെ ട്രേഡ്സ് ആണെന്നില്ലായിരുന്നു നമുക്ക് പറയാം. അത് പറയാണ്ട് വിട്ടുപോയി. അപ്പോൾ അതിൽ കാർപ്പൻറ്റർ, സിവിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, അല്ലാണ്ട് ഇലക്ട്രീഷ്യൻ, അതേപോലെ ഇലക്ട്രീഷ്യൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ, ഇലക്ട്രോപ്ലേറ്റർ, ഫിറ്റ്. ഓക്കെ. എല്ലാ ട്രേഡ് അവരവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 24 ട്രേഡ്, വയർമാൻ അടക്കം. ഓക്കെ. വെൽഡർ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും ട്രേഡ്സിന് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എന്താ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.